പ്രധാന വാർത്തകൾ. കോർപ്പറേറ്റ് ടാക്സ് വെട്ടിക്കുറയ്ക്കാൻ ഒബാമ സർക്കാർ ആലോചിക്കുന്നു. സിറിയയിൽ ഷെല്ലാക്രമണം, അമേരിക്കൻ പത്രപ്രവർത്തകർ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. കോളേജ് അഡ്മിഷൻ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക പരിഗണന ചോദ്യം ചെയ്യുന്ന കേസ് അമേരിക്കൻ സുപ്രീം കോടതി. അമേരിക്കയിൽ ക്യാൻസർ രോഗത്തിനുള്ള മരുന്നുകൾക്ക് ക്ഷാമം. മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദിന് നോർത്ത് ടെക്സാസിലെ ഇന്ത്യൻ ജനത ഹൃദ്യമായ സ്വീകരണം നൽകി. ഇന്ത്യ അസോസിയേഷൻ ഓഫ് നോർത്ത് ടെക്സാസും ഇന്ത്യൻ അമേരിക്കൻ ഫ്രണ്ട്ഷിപ്പ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ഡാളസ് മലയാളി അസോസിയേഷൻ, ടാൻടെക്സ്, TWA, AJA തുടങ്ങിയ സംഘടനകളും പങ്കെടുത്തു. അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യൻ ജനതയുടെ മാത്രമല്ല ഇതര രാജ്യങ്ങളിൽ താമസിക്കുന്ന ഓരോ ഭാരതീയന്റെയും കാര്യങ്ങളിൽ സാധ്യമായ വിധത്തിലെല്ലാം സർക്കാരും വിദേശ വകുപ്പും സഹായഹസ്തങ്ങൾ എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ചടങ്ങിൽ ഇ അഹമ്മദ് പറഞ്ഞു. അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുന്നവരുടെ സൗകര്യാർത്ഥം അറ്റ്ലാന്റയിൽ പുതുതായി ആരംഭിക്കുന്ന കോൺസുലേറ്റ് ജനറൽ പ്രവാസികൾക്ക് സഹായകരമായിരിക്കും. ഇതിനെ തുടർന്ന് സമീപഭാവിയിൽ മറ്റു ചില കേന്ദ്രങ്ങളിൽ കൂടി കോൺസുലേറ്റ് ഓഫീസുകൾ ആരംഭിച്ചേക്കാം. മെക്സിക്കോയിൽ നടന്ന G25 സമ്മേളനം കഴിഞ്ഞ് ലണ്ടനിലേക്ക് മടങ്ങും വഴിയായിരുന്നു അദ്ദേഹം ഡാളസിലെത്തിയത്. ഹൂസ്റ്റൺ കോൺസുലേറ്റ് ജനറൽ സഞ്ജീവ് അറോറ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. അറ്റ്ലാന്റയിൽ നടക്കുന്ന സീറോ മലബാർ നാഷണൽ കൺവെൻഷന്റെ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് ഡ്രൈവ് തമ്പായിലെത്തി. ഇതിന് പിന്തുണയുമായി നിരവധി പേരാണ് ഇവിടെ എത്തിയത്. ഡ്രൈവ് തമ്പായിലെത്തിയ ദിവസം തന്നെ നിരവധി പേർ ഇതിൽ പേര് രജിസ്റ്റർ ചെയ്തു. തമ്പ സെന്റ് ജോസഫ് സീറോ മലബാർ ഇടവകയിൽ നടന്ന കിക്ക് ഓഫ് ചിക്കാഗോ രൂപത വികാരി ജനറാളും കൺവെൻഷന്റെ കൺവീനറുമായ ഫാദർ ആന്റണി തുണ്ടത്തിൽ, ഇടവക വികാരി ഫാദർ ജോർജ് മാളിയേക്കൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഫാദർ ആന്റണി തുണ്ടത്തിൽ, മാത്യു ജേക്കബ് തോട്ടുമാരി, ജോൺ ഊരോത്ത് എന്നിവർ ചേർന്ന് ആദ്യ രജിസ്ട്രേഷൻ ഇടവക അംഗമായ ആന്റണി സ്കറിയയിൽ നിന്നും സ്വീകരിച്ചു. ആദ്യ ദിനം തന്നെ 50 കുടുംബങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്തതായി മാത്യു ജേക്കബ് തോട്ടുമാരി പറഞ്ഞു. ക്യൂൻസ് ജ്ഞാനായ കത്തോലിക്ക മിഷന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ശ്രീ ജെയിംസ് തോട്ടം, കുര്യാക്കോസിൽ മേക്കാട്ടിൽ, റോയി കുട്ടുങ്കൽ എന്നിവരാണ് പുതിയ കൈക്കാരന്മാർ. ശ്രീ അലക്സ് കാവുംപുറത്തിനെ പുതിയ ട്രഷററായും ജോസ് കോരാക്കുടിയെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോർപ്പറേറ്റ് ടാക്സ് വെട്ടിക്കുറയ്ക്കാൻ ഒബാമ സർക്കാർ ആലോചിക്കുന്നു. സിറിയയിൽ ഷെല്ലാക്രമണം, അമേരിക്കൻ പത്രപ്രവർത്തകർ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. കോളേജ് അഡ്മിഷൻ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക പരിഗണന ചോദ്യം ചെയ്യുന്ന കേസ് അമേരിക്കൻ സുപ്രീം കോടതി. അമേരിക്കയിൽ ക്യാൻസർ രോഗത്തിനുള്ള മരുന്നുകൾക്ക് ക്ഷാമം. നിങ്ങൾക്കും പ്രതികരിക്കാം MCN ന്യൂസിലൂടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം news@mcntelevision.com. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.